നിയോജക മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. പോസിറ്റീവായ റെസ്പോൺസ് ആണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്നും ഒരൊറ്റ ദിവസം കൊണ്ട് ബാക്കി മുന്നണികൾ ഇതുവരെ പൂർത്തിയാക്കിയ തരത്തിൽ പ്രചാരണം നടത്താൻ കഴിയുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ആറന്മുള നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി രാവിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തു. വിശ്വാസികളെ വോട്ടർമാരെ കണ്ടു. എന്ത് തോന്നുന്നു? ഇന്നൊരു പുണ്യ ദിവസമായി, ഇന്ന് തന്നെ പ്രചരണത്തിന്റെ ഒരു ആദ്യ ദിവസമായി മാറിയതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ദൈവത്തിന്റെ എല്ലാ നല്ല വിശുദ്ധിയും കൃപകളും ഇന്നുണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നല്ല പോസിറ്റീവായ റെസ്പോൺസാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ആറന്മുളയിൽ ഉടനീളം തന്നെ ആ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. അത് വോട്ടായി മാറി ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇടത് സ്ഥാനാർത്ഥി ദിവസങ്ങൾക്ക് മുൻപേ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, റോഡ് ഷോ നടത്തി. നമ്മുടെ സ്ഥാനാർത്ഥിത്വം അല്പം വൈകിയത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാകും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അവര് റോഡ് ഷോ നടത്തിയെന്ന് പറഞ്ഞു. ഇതാ ഒരു ബ്രിഡ്ജ് ഷോ ഉണ്ട് ഇവിടെ. ഈ ബ്രിഡ്ജ് ഷോയ്ക്കൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. ഇങ്ങനെ പണി പൂർത്തീകരിക്കാത്ത എത്രയോ പാലങ്ങൾ, അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കാതെ കിടന്നിട്ട് എത്രയോ ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ. അപ്പൊ ഇങ്ങനെയുള്ള ഷോ വർക്കുകൾക്കൊക്കെ ജനം മറുപടി നൽകും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ UDF സുസജ്ജമായിരുന്നു. UDF വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി വളരെ സുസജ്ജമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി വന്നതിന് ശേഷം അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. ഇടതുമുന്നണി വികസന തുടർച്ചയും അതുപോലെ വികസനമുണ്ട് എന്നുള്ള ആരോഗ്യ മേഖലയിലെ വളർച്ചയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ എന്താ അവരോട് എന്താ? ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾക്ക് മാത്രമാണ് വികസനം ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ മരണങ്ങൾക്ക് മാത്രമാണ് വികസനം ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിന്, അല്ലെങ്കിൽ വയറ്റിൽ കത്രിക വെച്ചതിന് മാത്രമാണ് വികസനം ഉണ്ടായിട്ടുള്ളത്. അവിടെ മെഡിക്കൽ കോളേജുകൾ കത്തുന്നതിൽ മാത്രമാണ് വികസനം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ രോഗികൾ ചികിത്സ കിട്ടാതെ, മരുന്ന് കിട്ടാതെ ഇരിക്കുന്നതിൽ മാത്രമാണ് വികസനം ഉണ്ടായത്. അല്ലാതെ ആരോഗ്യ മേഖലയിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് ശബരിമലയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ആ പരിപാവനമായ മണ്ണിലെ സ്വർണം കവർന്നെടുത്തതെന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വാസി സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിന് തക്കതായ മറുപടി നൽകും. അതായത് എതിരാളികൾ ദുർബലരല്ല, വീണ ജോർജ് ആണ്, മറ്റൊന്ന് കുമ്മനം രാജശേഖരനാണ്. മത്സരം എളുപ്പമാകും? അല്ല, എതിരാളികളെ അവരുടേതായ ബഹുമാനത്തോടുകൂടി കാണുന്നു. ഏറ്റവും ആരോഗ്യപരമായ ഒരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യപരമായ മത്സരത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ആറന്മുളയെ വീണ്ടെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും ആറന്മുളയിൽ നിന്ന് എന്നാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പറയുന്നത്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.